ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. പഹൽഗാം ഭീകരാക്രമണം. അപ്പോൾ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയായിരുന്നു ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. അതിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായെന്ന് പറയാം. കാരണം ഭീകരർ വേഷം മാറിയായിരുന്നു സഞ്ചരിച്ചിരുന്നതെന്നും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഭീകരർ നടത്തിയിരിക്കുന്നത്. വേഷം മാറി വന്ന് സാധാരണക്കാരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയായിരുന്നു ഭീകരാക്രമണം. ഒരാൾ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, അതായത് കറക്റ്റ് മരണസംഖ്യയിൽ നിന്നുമൊക്കെ മരണസംഖ്യയെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വിട്ടു നിൽക്കുകയാണ്. അതെന്താണെന്നറിയില്ല. അപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരാളാണെന്ന് പറയുന്നു. കറക്റ്റ് എത്രയാണെന്ന് ഇതുവരെ അവിടെ ജമ്മു കാശ്മീർ സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തു വിട്ടിട്ടില്ല. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമർ അബ്ദുള്ളയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമിത്ഷാ അവിടേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഒരു മഴയൊക്കെ പെയ്ത് ഒരു ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ അനന്ത്നാഗിൽ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഇത് സ്ഥിരം വാർത്തയാണെങ്കിലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ട വാർത്തയായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ മടങ്ങുന്നുവെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ടൂറിസ്റ്റ് മേഖലയെ കൈവയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഭീകരർ വേഷം മാറിയായിരുന്നു അവിടെ ആക്രമിച്ചതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തയല്ല ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തേക്ക് വരുന്നതെന്ന് പറയാം. പഹൽഗാം ഭീകരാക്രമണം അവിടുത്തെ പുൽമേടുകളിലായിരുന്നു അക്രമികൾ ആക്രമണം നടത്തി. പുൽമേടുകളിൽ കൂടിയിരുന്ന ആളുകൾക്കിടയിലേക്കായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയും കാര്യങ്ങളൊക്കെ വിളിച്ചന്വേഷിച്ച് അമിത്ഷാ അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും മരണസംഖ്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒമർ അബ്ദുള്ള എന്തുകൊണ്ട് പിന്മാറുന്നു എന്നറിയില്ല. ഒരാൾ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഇങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തയല്ല. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തിട്ട് ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെയാണ് ഭീകരാക്രമണം നടക്കുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തയല്ല ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.